നമസ്കാരം സ്നേഹജ്യോതിസ് ഫാമിലി. ഇന്നത്തെ ഭഗവാൻ നൽകുന്ന സന്ദേശം എന്താണെന്ന് നോക്കാം. നമ്മുടെ ജീവിതത്തെ ഏറ്റവും നല്ല രീതിയിൽ പടിപടിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സന്ദേശങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തെ മാറ്റുക തന്നെ ചെയ്യും. ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. 2 കാർഡാണ് എടുക്കുക, എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കാർഡിൽ എഴുതിയിരിക്കുന്നത് ആദ്യം നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് എന്ന് നോക്കുക. ഓം നമോ നാരായണായ ഭഗവതേ വാസുദേവ. ഗീത, ദി അബ്സല്യൂട്ട് ട്രൂത്ത്. ഡു വാട്ട് ഈസ് ഡിസൈഡ് ഓഫ് യു, പെർഫോം യുവർ ഡ്യൂട്ടി. കേട്ടോ, ഇതാണ് ആദ്യത്തെ. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ലോ ഓഫ് കർമ്മ. അപ്പൊ ഇത് കണ്ടോ, ഇത് രണ്ടും കണക്റ്റഡ് ആണ്. നമ്മുടെ ഗീത സൂചിപ്പിക്കുന്നത് എന്താണ്? ലോ ഓഫ് കർമ്മയാണ് നമ്മളോട് എപ്പോഴും ഗീത സൂചിപ്പിക്കുന്നത്. അപ്പൊ ഭഗവാൻ കണ്ടപ്പോഴും നമ്മളായിട്ട് കണക്റ്റഡ് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റ് കാർഡുകൾ എടുത്തുതരാം, രണ്ടും കൂടി ബന്ധമുള്ളത്. അപ്പൊ ഡു വാട്ട് ഈസ് ഡിസൈഡ് ഓഫ് യു, പെർഫോം യുവർ ഡ്യൂട്ടി, പേ ഫോർ യുവർ ഡേറ്റ്സ്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ലോ ഓഫ് കർമ്മ. നമ്മൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ, നന്മയാണെങ്കിൽ നമുക്ക് തിരികെ വരുന്നത് നന്മയായിരിക്കും. പക്ഷെ നമ്മളതൊന്നും നോക്കണ്ട, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, നമ്മുടെ കടമ, നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതാണ് പറയുന്നത്, പെർഫോം യുവർ ഡ്യൂട്ടി. പക്ഷെ ചെയ്യുമ്പോൾ എപ്പോഴും എങ്ങനെയാണ് മറ്റുള്ളവർക്കും കൂടി നന്മയാവുന്നതും നമ്മുടെ ആത്മീയ ഉയർച്ചയ്ക്ക് കൂടി സഹായിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ലോ ഓഫ് കർമ്മ നമ്മളെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നന്മയാണെങ്കിൽ നന്മയായിട്ട് നമ്മൾ അനുഭവിക്കും, തിരികെ നമ്മളിലേക്ക് വരും. അല്ല, മറ്റുള്ളവർക്ക് ദോഷകരമാണെങ്കിൽ ആ ദോഷകരമായ അനുഭവം നമ്മളിലേക്കും വരും എന്നാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ 2 കാർഡ് കറക്റ്റ് ആയിട്ട് എടുത്തുന്നുണ്ട്. അപ്പൊ ഗീതയിൽ എന്താണോ പറയുന്നത് അത് തന്നെ കാർഡായിട്ട് വീണ്ടും ഒന്നുകൂടി എടുത്തുതന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും നന്മ നിറഞ്ഞതും മറ്റുള്ളവരെ ഉയർത്താൻ സഹായിക്കുന്നതുമായിരിക്കണം എന്ന് കേട്ടോ. അപ്പൊ ഈ ഒരു സന്ദേശം നമ്മളിപ്പോ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക. ഗീത പറയുന്ന അബ്സല്യൂട്ട് ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ ഓരോ പ്രവർത്തികളും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതായിരിക്കരുത്, ഒരിക്കലും വേദനിപ്പിക്കുന്നതായിരിക്കരുത്, പകരം നന്മ നിറഞ്ഞതായിരിക്കണം. ആ നന്മ നിറഞ്ഞ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ നമ്മളെയും കൂടി ഉയർത്തണം, നമ്മുടെ ആത്മീയ ചൈതന്യത്തെ ഉയർത്തണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.